സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം കുണ്ഠിതത്തോട് കൂടിയിട്ട് കുറ്റബോധത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാര് സ്വന്തം അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂടെ പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും അതിനൊന്നും യാതൊരു മറുപടിയും വരാതെ ഒരു കുഞ്ഞു മന്ദഹാസത്തോടെ അദ്ദേഹം അതെല്ലാം കേട്ടിരുന്നു. പക്ഷെ ഇന്ന് ഈ ലോകം തിരിച്ചറിയുന്നുണ്ട് ആ മൗനത്തിന് പിന്നില്, ആ ചിരിക്ക് പിന്നില് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അല്പം സ്വല്പം വിടൽസും വിരട്ടലും വിരവേശലൊക്കെ ആയിട്ട് ഈ കേരളത്തിന്റെ ഇട്ടാപട്ടത്ത് ഇരട്ടച്ചങ്കം കളിച്ചു നടന്ന പിണറായി വിജയനെ അങ്ങ് ദൂരെ ലണ്ടൻ സ്ക്വയറിൽ കോമാളി വേഷം കെട്ടിച്ച് ലോകത്തിന് മുമ്പിൽ പരിഹാസനാക്കി. അറിയാത്ത ഇംഗ്ലീഷ് പറയിപ്പിച്ച് ആ പാവം എ റഹീമിനെ കർണാടക അതിർത്തി വഴിയും സിപിഎമ്മിന്റെ ദേശീയ സെക്രട്ടറി എം.എ. ബേബിനെ വെല്ലവന്റെ അടുക്കളയിലെ പാത്രം കഴിപ്പിച്ചു. വീട്ടിൽ ചുമ്മാ ഇരുന്ന കെ ശൈലജയെ കൊണ്ട് പച്ചക്കള്ളവും മണ്ടത്തരവും പറയിപ്പിച്ചു, എയറിൽ കയറ്റി വിട്ടു. അവിടെയും തീർന്നില്ല കേട്ടോ ആ മകന്റെ പ്രതികാരം. ആദ്യം ബംഗാളികളെ കൊണ്ട് സ്വീകരണം ഏറ്റുവാങ്ങിച്ചു. പിന്നെ ഒരു വയസ്സായ പാവം മനുഷ്യനെ സ്റ്റേജിൽ കയറ്റി നാടകം കളിപ്പിച്ചു. രണ്ടാമതും എയറിൽ കയറ്റി വിട്ടു. സ്വന്തം അച്ഛനെ വേട്ടയാടിയവരെ തെരഞ്ഞു പിടിച്ച് ഓരോരുത്തരായി നാറ്റിച്ച് പ്രതികാരം വീട്ടുകയാണ് ആ മകൻ. ആ മകന്റെ അടുത്ത പ്രതികാരത്തിന് വേണ്ടിയിട്ട് കേരള ജനത ഒന്നാകെ കാത്തിരിക്കുകയാണ്.